ഇന്ന് വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാൾ ദിവസമാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ ഇട്ടിപ്പാറച്ചൻ ഇന്ന് നാമഹേതുക തിരുനാൾ ആചരിക്കുകയാണ്. തിരുനാളിന്റെ മംഗളങ്ങളെ ഭാരതസഭയിലെ അല്ലെങ്കിൽ ആഗോള സഭയിലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധരിൽ ഒരാളാണ്. വിശിഷ്യ മലയാളികളുടെ ഏറ്റവും സ്വന്തമായിട്ടുള്ള വിശുദ്ധനാണ് സെബസ്ത്യാനോസ്. പൂർവികർ തൊട്ട് സെബസ്ത്യാനോസിനോടുള്ള മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്, പഞ്ഞം പട വസന്ത വസൂരി തുടങ്ങിയ അന്യാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചരുളണമേ എന്നുള്ളത്. ആ വിശുദ്ധന്റെ സ്വർഗീയ സഹായം നമ്മുടെ ഈ കാലഘട്ടത്തിന്, സഭയ്ക്ക്, ഓരോ വിശ്വാസികൾക്കും മുഴുവൻ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ടോമച്ച, ആശംസകൾക്കൊക്കെ ഒത്തിരി നന്ദി. ടോമച്ചൻ ഈ സെബസ്ത്യാനോസിന്റെ കബറടത്തെങ്കിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടുള്ള ആളാണ്. ശരിക്കും നമ്മുടെ കേരള സഭയിൽ വളരെ ആവേശകരമായി ഈ സെബസ്ത്യാനോസിന്റെ തിരുനാളൊക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിലും ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഈ തിരുനാളിന്റെ കാര്യങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും തോന്നുന്നു. AD 257 ഇന്നത്തെ ഫ്രാൻസിലെ നെബോണയിലാണ് സെബസ്ത്യാനോസ് ജനിക്കുന്നത്. അദ്ദേഹം ഒരു ക്രൈസ്തവ കുടുംബത്തിലാണ് ജനിക്കുന്നത്, വളരെ സമ്പന്നമായ കുടുംബത്തിൽ. അദ്ദേഹത്തെ അന്ന് പഠിക്കാൻ വേണ്ടി ഇറ്റലിയിലെ മിലാനിലേക്ക് മാതാപിതാക്കൾ കൊണ്ടുവന്നു. വളരെ ആരോഗ്യ ദൃഢഗാത്രനും സമർത്ഥനും ഒക്കെ ആയിരുന്ന സെബസ്ത്യാനോസിന് വളരെ പെട്ടെന്ന് തന്നെ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ സൈന്യത്തിൽ പ്രവേശനം ലഭിക്കുന്നു. അങ്ങനെ 283 അദ്ദേഹം ചക്രവർത്തിയുടെ സൈന്യത്തിൽ പ്രവേശിക്കുകയും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് കൊണ്ട് അദ്ദേഹം സ്ഥാനക്കയറ്റം കിട്ടുകയും ചെയ്തു. പക്ഷേ ഈ സെബസ്ത്യാനോസ് ഒരു ക്രൈസ്തവ വിശ്വാസമുള്ള കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പട്ടാളക്കാരൻ രാജ്യസേവനം എന്നുള്ള കടമയ്ക്കൊപ്പം അദ്ദേഹം വ്യാപൃതനായിരുന്നത് ക്രിസ്ത്യാനികളെ സഹായിക്കുക എന്നുള്ളതാണ്. കാരണം അന്നത്തെ ഏറ്റവും ക്രിമിനൽ കുറ്റമായിരുന്ന അല്ലെങ്കിൽ കുറ്റത്തിന് അർഹരായിരുന്ന ആളുകളാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ടു ബി എ ക്രിസ്ത്യൻ ഈസ് ഈക്വൽ ടു എ ക്രിമിനൽ എന്നുള്ള ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ തടവിൽ കിടക്കുന്ന ക്രിസ്ത്യാനികൾക്ക് സഹായം കൊടുക്കുക, അവരെ ആശ്വസിപ്പിക്കുക, ഇതിലൊക്കെ പട്ടാളക്കാരോട് യേശുവിനെ കുറിച്ച് പറയാം. അപ്പൊ ഇത് ചക്രവർത്തിയുടെ അടുത്തെത്തുന്നു. ചക്രവർത്തി അദ്ദേഹത്തെ ഇത്രയും സമർത്ഥനായ ഒരു ഓഫീസറാണല്ലോ, അപ്പൊ അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള വഴിയായിട്ട് പറഞ്ഞു, നീ ജൂപ്പിറ്റർ ദേവനെ ആരാധിച്ചാൽ മതി, നിന്നെ വെറുതെ വിടാം. പക്ഷെ അത് നിഷേധിച്ച സെബസ്ത്യാനോസിനെ ആദ്യം അമ്പ ചെയ്ത് മൃതപ്രായനാക്കി. അന്ന് റോമിൽ ആ കാലത്ത് ഇറേന എന്ന് പറയുന്ന ഒരു വിശുദ്ധ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പടയാളികൾ അമ്പ ചെയ്ത് ചക്രവർത്തിയുടെ കൽപ്പന, മേക്ക് ഹിം ദ ടാർഗറ്റ് ബോർഡ് ഫോർ മൈ ആർച്ചേഴ്സ് എന്നാണ്. അപ്പൊ വെറുതെ നമ്മുടെ സെബസ്ത്യാനോസിന്റെ രൂപത്തിൽ എല്ലായിടത്തും 5 അമ്പ് കൊള്ളുന്നതായിട്ടാണ് ഉള്ളത്. വെറും 5 അമ്പല്ല, ശരീരം മുഴുവൻ ഒരു അമ്പെയ്ത്ത് പടയാളികളുടെ ടാർഗറ്റ് ബോർഡായ ശരീരം മുഴുവൻ അമ്പ് തറച്ച് രക്തം വാർന്ന് വിശുദ്ധൻ മരിക്കും എന്നുള്ള ഇതിൽ പിന്നെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് പടയാളികൾ പോയി. അപ്പൊ ഇറേന ചെന്ന് അമ്പുകൾ ഊരിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് പരിചരിച്ച് സുഖപ്പെടുത്താം. സൗഖ്യം കിട്ടുമ്പോൾ ആദിമസഭ, റോമിലെ അപ്പസ്തോലിക സഭാ കൂട്ടായ്മ സെബസ്ത്യാനോസിനോട് പറയുന്നത് ഇവിടെ വിട്ടു പോകണമെന്നാണ്. കാരണം ഡയോക്ലീഷ്യൻ എന്ന് പറയുന്ന മഹാ ക്രൂരനായ മതമർദ്ദകന്റെ കൺവെട്ടത്ത് നിന്ന് മാറാൻ പറയാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ചിത്രത്തിലെ പോലെ അമ്പെയ്ത് കൊല്ലപ്പെട്ടു എന്നുള്ളതല്ല ശരിക്കും ചരിത്രം, അല്ലേ? എങ്ങനെയാണ് ശരിക്കും സെബസ്ത്യാനോസിന്റെ മരണം എന്ന് വിശദീകരിച്ചാൽ എല്ലാവർക്കും അത് ഉപകാരപ്പെടുന്ന ഒരു അറിവായിരിക്കും. എനിക്കൊന്ന് സാധാരണ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന അമ്പുകൾ ഏറ്റു മരിച്ചു എന്നാണ്. സത്യത്തിൽ അങ്ങനെയല്ല. ഈ സൗഖ്യം പ്രാപിച്ച് സെബസ്ത്യാനോസിനോട് ആദിമസഭ പറയാണ്, രക്ഷപ്പെടാൻ പറയും. പക്ഷെ അദ്ദേഹം നേരെ ഡയോക്ലീഷ്യന്റെ മുമ്പിലേക്ക് രണ്ടാമത് ചെന്നിട്ട് പറയുന്നത്, അല്ലയോ ചക്രവർത്തി, നീ അമ്പെയ്ത് മൃതപ്രായനാക്കി ഉപേക്ഷിച്ച സെബസ്ത്യാനോസോട് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നീ നിരപരാധികളായ ക്രിസ്ത്യാനികളെയും ക്രിസ്തുവിന്റെ സഭയും പീഡിപ്പിക്കുന്നത് തിന്മയാണ്, അനീതിയാണെന്ന് പറയാനായിട്ടാണ്. അപ്പോ പിന്നീടുള്ള ചക്രവർത്തിയുടെ ഓർഡറാണ് ഇവനെ അടിച്ചു കൊല്ലാനാ പറയുന്നത്. അങ്ങനെ പടയാളികൾ വളഞ്ഞിട്ട് തല്ലിക്കൊന്നിട്ട് ഈ സെബസ്ത്യാനോസിന്റെ മൃതശരീരം റോമിലെ ഒരു അഴുക്ക് ചാലിലേക്ക് എറിഞ്ഞു കളയും. ഗത കൊണ്ട് അടിച്ചു കൊന്നു. എന്നിട്ട് അഴുക്ക് ചാലിലോട്ട് വലിച്ചെറിയാണ്. അങ്ങനെ ആദിമസഭ വലിയ സങ്കട വിലാപമാണ്. കാരണം ഇത്രയും ഒരു പിന്നെ മരണത്തിൽ നിന്ന് തിരിച്ച് കൊണ്ടുവന്നിട്ട് വീണ്ടും ഇതുപോലെ ദൗർഭാഗ്യകരമായ ഒരു മരണം, ശരീരം എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അപ്പൊ അന്ന് രാത്രി റോമില് ലൂസി എന്ന് പറയുന്ന ഒരു വിശുദ്ധ സ്ത്രീ ഉണ്ടായിരുന്നു. ആ കാലത്ത് അവർക്ക് കർത്താവ് ഒരു ദർശനം കാണിച്ചു കൊടുത്താണ്. റോമിലെ അടുക്കുചാലിൽ ഒന്നിൽ സെബസ്ത്യാനോസിന്റെ ശവശരീരം കിടക്കുന്നതായിട്ട്. അവർ ചെന്ന് ആ സ്ഥലത്ത് നിന്ന് തന്നെ ആ മൃതശരീരം എടുത്തുകൊണ്ടുവന്ന് വലിയ ആദരവോടെ റോമിലെ കാറ്റക്കൊമ്പുകളിൽ ഒന്നിൽ
കലിസ്റ്റസിന്റെ കാറ്റക്കോമ്പ് എന്നാണ്. അച്ഛനും എനിക്ക് പഠിക്കുന്ന ഞാൻ കാലത്ത് കണ്ടിട്ടുള്ളതാണ്. എനിക്കത് റോമിൽ വരുന്ന എല്ലാ തീർത്ഥാടകരും കാണുന്ന വലിയൊരു ഭൂഗർഭ സെമിത്തേരിയാണ് കലിസ്റ്റസിന്റെ സെമിത്തേരി, കാറ്റക്കോമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഭക്തിയാദരങ്ങളോടെ സംസ്കരിക്കുകയാണ്. അപ്പം 3-ാം നൂറ്റാണ്ട് മുതൽ AD 287 അദ്ദേഹം മരിക്കുന്നത്. അന്ന് മുതൽ ആദിമസഭയുടെ ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധനാണ്. 2 കാരണമുണ്ട് എനിക്ക്. ഒന്ന്, അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ക്രിസ്ത്യാനികളെ സഹായിക്കുക എന്നുള്ളതാണ്. പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾ. ഇപ്പൊ നമ്മളിത് ചെയ്തു, ലോകത്ത് മുഴുവൻ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളാണ്. ആഫ്രിക്കയിൽ ഒരച്ഛനെ ചുട്ടുകൊന്നത് ഇന്നലെ നമ്മൾ പത്രത്തിൽ കേൾക്കും. ഉത്തരേന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇതേപോലെ വടികൊണ്ട് അടിക്കപ്പെട്ട് കൊല്ലം ചെയ്യപ്പെട്ട ക്രിസ്ത്യാനികൾ എത്രയാണ്. അപ്പൊ സെബസ്ത്യാനോസ് ഈ കാലത്ത് നമ്മളെ പ്രചോദിപ്പിക്കേണ്ടത് പീഡിത സഭയെ സഹായിക്കാനുള്ള മനസ്സുകൊണ്ടാണ്. ശരിക്കും നമ്മുടെ ഈ സിറോ മലബാർ സഭ ഇന്ന് ഒരു പീഡിത സഭയാണ്. ഉള്ളിലെ അന്തഛിദ്രം കൊണ്ട് പീഡിത സഭയാണ്. ഓരോ വിശ്വാസിയെ സെബസ്ത്യാനോസ് നിശബ്ദമായിട്ട് ക്ഷണിക്കുന്നത് ഈ സഭയ്ക്ക് വേണ്ടി എന്തു ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അമ്പ് ചുമന്നുകൊണ്ട് നടക്കുന്നത് കൊണ്ട് ആരും ക്രിസ്ത്യാനിയാവുന്നുണ്ട്. അതിന്റെ പുറകിലെ ഈ സുബോധത്തോടെയും അല്ലാതെയുള്ള നൃത്തങ്ങളും ഈ പറയുന്ന ആഘോഷങ്ങളും കൊണ്ട് ആരെങ്കിലും ക്രിസ്ത്യാനിയാവുന്നുണ്ടോ? ക്രിസ്തുവിന്റെ സഭയെ സംരക്ഷിക്കാൻ, സുരക്ഷിതമാക്കാൻ, അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉള്ളത്. അമ്പ് എഴുന്നള്ളിക്കുന്ന ഒരു അടയാളമാണ്. വിശുദ്ധൻ വിശ്വാസത്തിന് വേണ്ടിയേറ്റ മുറിവിന്റെ അടയാളമാണ്. അത് ചുമക്കാൻ യോഗ്യത ഉണ്ടാവണമെങ്കിൽ ഇന്ന് മുറിവേറ്റ് നിൽക്കുന്ന സഭയാവുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവർക്കാണ് അമ്പെടുക്കാനുള്ള നിലത്തുറയ്ക്കാത്ത കാലുകളുമായിട്ട് ഈ മഹാത്യാഗത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകത്തെ ചുമന്നുകൊണ്ട് നടന്ന് വിശ്വാസത്തെ തന്നെ പരിഹസിക്കുന്ന ക്രിസ്ത്യാനികളെയാണ് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നത്. ശരിക്കും അല്ലെ? അപ്പൊ അതിനൊരു വിശ്വാസത്തിന്റെ ഉറപ്പിലേക്കും സഭയോടുള്ള സ്നേഹമാണ് സെബസ്ത്യാനോസിന്റെ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സെബാസ്റ്റ്യൻ അച്ഛാ, ഈ 2 നിർണായക സന്ദർഭങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. ഒന്ന്, അദ്ദേഹം അമ്പെയ്യപ്പെട്ട് ഉപേക്ഷിക്കപ്പെടുന്നു. 2, അദ്ദേഹത്തിന്റെ മൃതശരീരം എവിടെയാണെന്ന് അറിയില്ല, അഴുക്ക് ചാലിലൊന്ന് കിടക്കാം. ഇവിടെ രണ്ടും ദൈവം ഇടപെടുന്നത് 2 സ്ത്രീകളിലൂടെയാണ്. അതൊരു വളരെ പ്രത്യേകതയാണ്. ഒന്ന് വിശുദ്ധ ഇറേനയാണെങ്കിൽ മറ്റൊന്ന് വിശുദ്ധ ലൂസിയാണ്. യഥാർത്ഥത്തിൽ സഭയുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സ്ത്രീകൾക്ക് എപ്പോഴും ഒരു പങ്കുണ്ട്. ഗലീലിൽ നിന്ന് ഈശോ ജെറുസലേമിലേക്കുള്ള കാൽവരി യാത്ര ആരംഭിക്കാം. ഈ യാത്രയിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളാണ് പുരുഷന്റെ ചുവട്ടിൽ നിന്നത്. യോഹന്നാൻ ഒഴിച്ച് ബാക്കി ആണുങ്ങള് കൂടെ കൂടിയവരും അപ്പം തിന്നവരും അത്ഭുതം കണ്ടവരും ഒക്കെ രക്ഷപ്പെട്ടപ്പോ 2 അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളാണ്. യേശുവിന്റെ അമ്മ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ ഇതേ പ്രവൃത്തി ഇന്നും സഭയിലൂടെ ദൈവം തുടരുന്നുണ്ട്. ഒരുപക്ഷെ നിസ്സാരരായ മനുഷ്യരിലൂടെയോ ബലഹീനങ്ങളെന്ന് കരുതപ്പെടുന്ന ആളുകളിലൂടെയോ ദൈവത്തിന്റെ ശുശ്രൂഷ ശക്തമായിട്ട് അവിടുന്ന് ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ചെയ്യും. പ്രിയപ്പെട്ട ടോമച്ച, നമ്മുടെ ഈ സെബസ്ത്യാനോസിനെ കുറിച്ചുള്ള വിചിന്തനങ്ങൾ ഒരുപാട് നല്ല ഇൻസൈറ്റുകൾ നമുക്ക് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇന്ന് ഈ ഭക്തി എത്രമാത്രം അർത്ഥപൂർണമാണ് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമില്ലേ? ഈ അമ്പെഴുന്നള്ളിക്കലും മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്ന് ചിന്തിച്ചാൽ. ശരിയാണ്. സത്യത്തിൽ ആത്മീയത നഷ്ടപ്പെട്ട ഒരാഘോഷങ്ങളാണ് സെബസ്ത്യാനോസിന്റെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ഈ നമ്മുടെ ഇന്നത്തെ അമ്പ് പ്രദക്ഷിണങ്ങൾ അടക്കമുള്ള തിരുനാളുകൾ, ആഘോഷങ്ങളെ കാണുന്ന വിജാതീയരായിട്ടുള്ള മനുഷ്യർ, അക്രൈസ്തവരായിട്ടുള്ള മനുഷ്യർ, അവരെന്ത് വിശ്വാസത്തിലേക്കാണ് ഇതിലൂടെ കടന്നു വരാൻ പോകുന്നത്? ഈ അമ്പ് പ്രദക്ഷിണങ്ങൾ എന്ന് പറഞ്ഞ് നടത്തുന്നതിന്റെ പിറകിൽ പാവപ്പെട്ടവൻ ഒരു 10 രൂപ കൊടുക്കാത്ത കഠിന ഹൃദയരായിട്ടുള്ള മനുഷ്യർ, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ഒരു നിത്യരോഗിയെ കാണുക പോലും ചെയ്യാത്ത മനുഷ്യർ വിശുദ്ധന്റെ അമ്പിന്റെ മുമ്പിൽ 10,000ങ്ങളുടെ പടക്കം പൊട്ടിക്കും. അതല്ലെങ്കിൽ അവിടെ ബാൻഡുമേളത്തിന് പണം മുടക്കാൻ അവർക്ക് മടിയില്ല. ഇനി അതല്ലെങ്കിൽ ഒരു അക്രൈസ്തവനെ തന്നെ ഇതെന്ത് വിശ്വാസമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഈ ഡാൻസും കൂത്തും, അതും പാതി എണ്ണവും സുബോധമില്ലാതെ നടത്തുന്ന ഈ നൃത്ത ചുവടുകളും കൊണ്ട് യഥാർത്ഥത്തിൽ വിശുദ്ധനെ തന്നെ ആക്ഷേപിക്കുകയാണ് ഇന്നത്തെ വർത്തമാനകാലത്തിൽ ആത്മീയത നഷ്ടപ്പെടുന്ന ആഘോഷങ്ങൾ. നമുക്ക് ആഘോഷം ആവശ്യമാണ്, ആഘോഷങ്ങൾക്കെതിരല്ല. പക്ഷെ അതിന്റെ പിറകിലെ ഒരു ആത്മീയത, സ്നേഹം നഷ്ടപ്പെടുന്നുണ്ടോ? പല ഇടവുകളിലൊക്കെ ഈ അച്ഛന്മാരൊക്കെ ചിലപ്പോ ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണം, ഇതിന്റെ ആത്മീയത നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ചില പ്രദേശങ്ങളിൽ അച്ഛന്മാർ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത് തന്നെ ദൈവാനുഗ്രഹം കൊണ്ടാണ്. അവരെ അമ്പല്ല, അവരെ ഗതക്കടിച്ച് കൊല്ലാൻ റെഡിയായിട്ട് ആക്രോശിക്കുന്ന പുരുഷാരങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് സങ്കടകരമാണ്. നമ്മുടെ മനുഷ്യർക്ക് ആത്മീയത എങ്ങനെ, ആഘോഷങ്ങളെ എങ്ങനെ ആത്മീയമാക്കാം എന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുന്നു. ഇത് വെറും ജഡത്തിന്റെ ഒരു ആഘോഷമായിട്ട് മാറുന്നു. ആത്മാവ് പങ്കെടുക്കുന്നില്ല.
ആത്മാവ് പങ്കെടുക്കുന്നിടത്ത് ഐക്യമുണ്ട്, കൂട്ടായ്മയുണ്ട്, യഥാർത്ഥ സന്തോഷമുണ്ട്. ആദിമസഭയിൽ ഈ സെബസ്ത്യാനോസിന്റെ പീഡിത കാലഘട്ടത്തിലെ സഭയിൽ നമ്മൾ വചനം വായിക്കുമ്പോഴൊക്കെ മനസ്സിലാവും, അവർ പീഡിപ്പിക്കപ്പെടുമ്പോഴും അവർക്ക് ആഹ്ലാദം ഉണ്ടായി. ഇന്ന് വെറും വെറും ആഘോഷങ്ങളാണ്, ആത്മീയ ആനന്ദങ്ങൾ നമുക്ക് തിരുനാളുകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മൾ കരിമരുന്ന് കലാപ്രകടനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങൾ പൊട്ടിച്ചു തീർക്കുമ്പോൾ, അത് മേജർ ആർച്ച് ബിഷപ്പ് സർക്കുലർ പറഞ്ഞാലും സ്ഥലത്തെ മെത്രാന്മാർ സർക്കുലർ പറഞ്ഞാലും കുറെ ആളുകൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. ഓരോ വർഷവും അവർ ലക്ഷങ്ങൾ പൊട്ടിച്ചു തീർക്കാണ്. ചുറ്റുമുള്ള മനുഷ്യരെ കുറിച്ച്, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ മിഷൻ പ്രദേശത്തൊക്കെയുള്ള സഭയുടെ അവസ്ഥയെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാത്തവർ ആത്മാവിനെ മറന്ന് ജഡത്തിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം നമ്മുടെ ആഘോഷങ്ങളെ മാറ്റുന്നു എന്നുള്ളത് വളരെ ദയനീയമായത്. അത് വിശ്വാസത്തിന്റെ ഏറ്റവും പാപ്പരത്വത്തെ കാണിക്കുന്ന ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും അതാണ് തിരുനാളിന്റെ അർത്ഥം. ഇതാണ് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ചൈനീസ് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും സെബസ്ത്യാനോസിന്റെ തിരുനാൾ മംഗളങ്ങൾ ഞങ്ങൾ രണ്ടുപേരും സ്നേഹപൂർവ്വം ആശംസിക്കാം.